ശീവേലി എഴുന്നള്ളത്ത് ആനപ്പുറത്ത് നടത്തുന്ന അമ്പലങ്ങളുണ്ട്. ഭഗവാന്റെ തിടമ്പാണ് തലയിലുള്ളതെന്ന ബോധമൊന്നും ഇല്ലാണ്ട് ആന നേരെ നടുമുറ്റത്ത് മൂത്രയിക്കുവെച്ച പിണ്ടുവിടുന്നു കണ്ടില്ല. അതിന്റെ മസ്തകം കണ്ടിട്ടില്ല. ആ മസ്തകം വലുതാന്ന് പറഞ്ഞിട്ട് എന്താ അതിനോട് പുസ്തകം ചേരുന്നില്ല. മസ്തകത്തിൽ പുസ്തകം ചേരാത്തത് കൊണ്ട് ആന എന്ന് പറയുന്നത് ശരീരമുഖ്യമായിരിക്കുന്ന ഒരു ജീവിയാണ്. മനസ്സിൽ ആനന്റെ കാലിന്റെ വലിപ്പമില്ലാത്ത പാപ്പാനില്ലേ, ആ പാപ്പാന്റെ മസ്തകത്തിൽ മാതംഗശാസ്ത്രം എന്നൊരു പുസ്തകം ചേർന്നത് കൊണ്ടാണ് ഇത്രയും വലിയ ആനയെ അത് പിടിച്ചു നിയന്ത്രിക്കുന്നത്. ആ പുസ്തകത്തിന്റെ കരുത്താൻ പുസ്തകം. ആ പുസ്തകം നമ്മൾ വായിക്കുന്നത് നമുക്ക് മനസ്സുള്ളത് കൊണ്ടാണ്. ആ പുസ്തകം വായിച്ചത് കൊണ്ടാണ് രാമായണം നമ്മൾ വായിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ രാമനെ അറിഞ്ഞത്. ധാർമ്മികതയുടെ ആരംഭം എന്താ? ധാർമ്മികത മനുഷ്യ മൃഗങ്ങളെ പോലെ ജീവിക്കുമ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തിനൊന്നും വലിയ അർത്ഥമില്ല. ഒരു പെണ്ണിന് എത്രയും ഭർത്താവ്, ഒരു ഭർത്താവിന് എത്രയും ഭാര്യ. ആ കണക്കെല്ലാം മാറിയിട്ട് ദശരഥൻ എത്തുമ്പോഴേക്ക് 3 ചുരുങ്ങി. കൗസല്യ, കൈകേയി, സുമിത്ര. അതിന്റെ അടുത്ത തലമുറ രാമൻ വിവാഹം കഴിച്ച സീത. ആ സീതയെ 10 തലയുള്ളവൻ കടൽ കടത്തി അപ്പുറം കൊണ്ടുപോയി കളഞ്ഞു. ഒരു വിവരമില്ല. അന്ന് റഡാറിൽ നോക്കാൻ പറ്റുമോ? നെറ്റിൽ നോക്കാൻ പറ്റുമോ? റേഞ്ച് നോക്കാൻ പറ്റുമോ? ലൊക്കേഷൻ നോക്കാൻ പറ്റുമോ? ഒന്നുമില്ല. ലങ്ക കാണണമെങ്കിൽ കടൽ നീന്തിപ്പോണം. എന്നാൽ ആ ലങ്കയിൽ കൊണ്ടുപോയ ഭാര്യ മതിയെനിക്ക് പറഞ്ഞു രാമൻ അന്ന് രാജകുമാരനാ, സുന്ദരനാ. 1 മാട്രിമോണിയൽ കൊടുത്താൽ 1000കണക്കിന് പ്രപ്പോസൽ കിട്ടുമായിരുന്നു. വേറെ വേണ്ട. അതിസാക്ഷിയായി വിവാഹം കഴിച്ച് അവളല്ലാതെ തനിക്ക് മറ്റൊരാൾ വേണ്ടെന്ന് പറഞ്ഞ് കടൽ കടന്നു പോയി 10 തലയുള്ളവരെ കൊന്നിട്ടും തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയുന്ന ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ മൂല്യം ആരംഭിക്കുന്നത് ആ കഥയിലാണ്. അതല്ലാതെ വേറെ വേണ്ട. ഇപ്പൊ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഞാൻ എന്റെ വീട്ടിൽ പോന്നാന്ന് പറയാ, പിറ്റേന്ന് ഡൈവേഴ്സ് നോട്ടീസ് അയക്കുന്നതല്ല. മനസ്സിലായോ? ഭാര്യാഭർത്തൃ ബന്ധം, അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം എന്താ? ദശരഥൻ രാമനെ വിളിച്ച് പറയാ, നാളെ നിന്റെ അഭിഷേകമാണ്. അതിന്റെ ഏർപ്പാട് ചെയ്തു. കുരുത്തോലയിലും തൂക്കി ബാൻഡ് സെറ്റിൽ ഏൽപ്പിച്ച് രാമൻ പോയി കിടന്നുറങ്ങി. രാത്രിക്ക് രാത്രി കൈയെ പറ്റിച്ച്. കൈയെ പണ്ട് ദശരഥന്റെ കൂടെ ദേവലോകത്ത് യുദ്ധത്തിന് പോകുമ്പോൾ തേരിൽ ഒളിഞ്ഞിരുന്നിട്ട് നോക്കുമ്പോൾ ആ രഥത്തിന്റെ ചക്രം പിടിപ്പിച്ചിരിക്കുന്ന അതിൽ നിന്ന് രാണി ഊരിപ്പോയി ചക്രം പുറത്തേക്ക് തെറിച്ചു പോയി. വെള്ളാണ് വെച്ച് രക്ഷപ്പെടുത്തി. തന്നെ രക്ഷപ്പെടുത്തിയതിൽ സന്തുഷ്ടനായിട്ട് 2 വരം ചോദിച്ചു എന്ന് പറഞ്ഞു. കൈകൈ പറഞ്ഞു, തൽക്കാലം അക്കൗണ്ടിൽ ഇട്ടോ, ഞാൻ ഇപ്പം വേണ്ട, പിന്നെ ആവശ്യമുള്ളപ്പോ വിഡ്രോ ചെയ്തോളാം. രാമന്റെ അഭിഷേകം നടക്കുന്നതിന്റെ തലേ ദിവസം കൈകേയി ആ അന്നത്തെ വരവുണ്ടല്ലോ അതിന്റെ പലിശയ്ക്ക് കൂട്ടുപലിശ അടക്കം ചോദിച്ചു. ഭരതനെ രാജാവാക്കണം, രാമനെ കാട്ടിലയക്കണം. ഇതാണ് ഭാര്യക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നേക്ക് വെക്കാണ്ട് അന്നേരം കൊടുത്ത് സബൂറാക്കണം കേട്ടോ. അതാണ് ദശരഥൻ ബോധം കെട്ട് വീണുപോയി. പിന്നീട് ബോധം വന്നപ്പോ എന്നെ എടുത്ത് രാമന്റെ കൊട്ടാരത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. രാമന്റെ കൊട്ടാരത്ത് പോയിട്ട് പറഞ്ഞു, രാമ, എനിക്ക് വേണമെങ്കിൽ കൈകേയിയുടെ ആവശ്യം നിരസിക്കാം. കൈകേയിക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ സത്യവ്രതനായി എന്റെ സത്യം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വരം കൊടുക്കാതെ നിർത്തിയില്ല. പക്ഷെ നിനക്കൊരു കാര്യം ചെയ്യാലോ, ക്ഷത്രിയന്മാർക്ക് ആയുധവും ശക്തിയും പ്രധാനമായി. നീ എന്നെ പിടിച്ച് കാരാഗൃഹത്തിൽ അടച്ചിട്ട് അഭിഷേകം നീ നടത്തണം. അപ്പൊ രാമൻ പറഞ്ഞു, അച്ഛാ, 3 തരം മക്കളുണ്ട് കേട്ടോ. ഒന്ന്, താതകാര്യമനാജ്ഞപ്തമാകിലും മോഹേന ചെയ്യുന്ന പുരുഷനുത്തമൻ. അച്ഛൻ അനാജ്ഞപ്തം, ആജ്ഞാപിക്കാതെ അച്ഛന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന മകനാണ് ഉത്തമപുത്രൻ. 2, താതൻ നിയോഗത്താൽ ചെയ്തടങ്ങുന്നവൻ മധ്യമപുത്രൻ എന്നറിഞ്ഞാലും അച്ഛൻ പറഞ്ഞിട്ട് കേൾക്കുന്നവൻ മധ്യമപുത്രൻ. 3, താതൻ നിയോഗിക്കലും ഇക്കാര്യം എന്നാല് കർത്തവ്യമല്ലെന്ന് വെച്ചടങ്ങുന്നവൻ. അച്ഛൻ പറയാതെ അനുസരിക്കുന്നവൻ ഉത്തമൻ, അച്ഛൻ പറഞ്ഞിട്ടനുസരിക്കുന്നവൻ മധ്യമൻ, അച്ഛൻ പറഞ്ഞിട്ടും കേൾക്കാത്തവൻ ആരായിരിക്കും? അധമൻ എന്നല്ലേ മനസ്സിൽ വരുന്നത്? എന്ന രാമായണം പറയുന്നതല്ല. പറഞ്ഞിട്ടും കേൾക്കാത്തവൻ പിത്രോർ മലമെന്ന് ചൊല്ലുന്നു സത്തുക്കൾ. അത് പിതാവിന്റെ മകനല്ല, മലമാണെന്നാണ് രാമായണം പറയുന്നത്. നിങ്ങളുടെ വീട്ടിലെല്ലാം എത്ര മലമുണ്ടെന്ന് വീട്ടിൽ പോയി പരിശോധിക്കുക. മനസ്സിലായി? അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ആലോചിച്ച് നോക്കൂ. അടുത്തത് അമ്മയും മകനും തമ്മിലുള്ള ബന്ധം.
ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള ബന്ധം. കാട്ടിലേക്ക് രാമനെ പോണ്ടു, സീത പിന്നെ ഭാര്യയായിട്ട് കൂടെ പോകുന്നു. ലക്ഷ്മണൻ പോണ്ട് യാതൊരു നിർബന്ധമില്ല. ലക്ഷ്മണൻ പോയി. ആദ്യത്തെ വളണ്ടിയർ ലക്ഷ്മണനാണ്. ആദ്യത്തെ വളണ്ടിയർ എന്താ? സ്വയം സന്നദ്ധനായിട്ട് സേവനം ചെയ്യുന്നവനെയാണ് വളണ്ടിയർ എന്ന് പറയുക. ആരും പറയാതെ പോയി. പോകുമ്പോ അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി സുമിത്രയുടെ അടുത്ത് പോയി. സുമിത്രയോട് പറഞ്ഞു, അമ്മയെ ഞാൻ പോവുക, അനുഗ്രഹിക്കണം. സുമിത്ര പറഞ്ഞ മറുപടി അനുഗ്രഹവാക്കുകൾ രാമായണത്തിലെ ഉത്തമ ശ്ലോകമാണ്. വിക്രമാദിത്യന്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായ പറയിപ്പറ്റ പന്തിരകുലത്തിന്റെ പിതാവ് വരരുചി പറഞ്ഞു കൊടുത്തതാണ് രാമായണത്തിലെ ഉത്തമ ശ്ലോകം. ഏതാ? രാമം ദശരഥം വിദ്യം മാം വിദ്യം ജനകാത്മജം അയോധ്യാമടവിം വിദ്യം യഥാ സുഖം. കൊട്ടാരത്തിലെത്തിയാൽ രാമനെ ദശരഥന് തുല്യനായി കാണണം, സീതയെ അമ്മയായിട്ട് കാണണം, കാടിനെ അയോധ്യയായി കാണണം, മകനെ സുഖമായി പോയി വരിക. അങ്ങനെ ലക്ഷ്മണൻ കാട്ടിൽ പോയിട്ട് ഇവർക്ക് കാവലാളായി നിന്നത് കൊണ്ടാണ് രാമനും സീതയ്ക്കും കാട് സുന്ദരമായത്. അവർക്ക് കൊട്ടാരത്തെക്കാൾ സുഖം കാടാണ്. മധുവിധുവിന് പോയ പോലെയാ. കാരണം കൊട്ടാരത്തിലെല്ലാം പാരയായിരുന്നു. കാട്ടിലാണ് അവർ. കാനനത്തിൽ ശരത്കാലച്ചാരു ഭംഗികൾ നോക്കിയും കായും കരികളും പൂവും തളിരും തേടിയോടിയും ഓമൽ ചിത്രാംബരം കാറ്റിൽ പാറിച്ചും ഹന്തസുന്ദരി ഉല്ലസിച്ചാളങ്ങു മണ്ടു ഒരു പൂമ്പാറ്റ പോലെ വഴി. അങ്ങനെയാണ്. ആ കാട്ടിൽ നിന്ന് സീതയെ പിടിച്ചു കൊണ്ടുപോകുമ്പോ സീതയുടെ കയ്യിൽ കുറച്ച് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുപോയതല്ല. 10,000 വർഷം തപസ്സു ചെയ്ത അനസൂയാദേവിക്ക് അനുഗ്രഹ തപസ്സാബല്യമായി കിട്ടിയ അംഗരാഗങ്ങൾ, മാലകൾ, ആടകൾ, പണ്ടങ്ങൾ എല്ലാം സീതയെ അണിയിച്ചിട്ട് കല്യാണപ്പന്തലിൽ ഇറക്കും പോലെ ഇറക്കിയിട്ട് നിർവൃതി കൊണ്ടൊരു ഭാഗമുണ്ട് രാമായണത്തിൽ. വൈലോപ്പള്ളി ശ്രീധരമേനോൻ പറയുന്ന ആ ഭരംഗത്തിന് ഉജ്ജ്വല മുഹൂർത്തമാണ്. ആ കവിത വായിക്കണം. മക്കളുടെ വിവാഹത്തിന് വേണ്ടി അച്ഛനമ്മമാര് ചെയ്യുന്ന ആ ഒരു അനുഭൂതിയെ പറ്റിയിട്ട് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. ആ ആഭരണങ്ങൾ തന്റെ ഉത്തരീയത്തിൽ ചുരുട്ടിയിട്ട് ആകാശമാർഗെ പോകുമ്പോ 3 വാനരന്മാർ ഒരു കുന്നിന്റെ മേലെ നിൽക്കുന്നത് കണ്ടിട്ട് അവർക്ക് ഇട്ടുകൊടുത്തു. സീതാന്വേഷണത്തിനായിട്ട് പോകുന്ന രാമലക്ഷ്മണന്മാർ ഈ 3 വാനരന്മാരെ കണ്ടു. ജാമ്പവാൻ, ഹനുമാൻ, സുഗ്രീവൻ. അവര് പറഞ്ഞു, ഒരു സ്ത്രീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുമ്പോ ആഭരണം കീഴിട്ടിട്ടുണ്ട്, ഇത് നിങ്ങളുടെ ഭാര്യയുടേതാണോ നോക്കൂ. അയച്ചു നോക്കുമ്പോ സീതയുടെ ആഭരണങ്ങൾ കണ്ട് രാമൻ പൊട്ടി പൊട്ടി കരയുന്നു. രാമന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലക്ഷ്മണ, നീ കണ്ടോ? ഇത് നിന്റെ ജ്യേഷ്ഠത്തിയുടെ മാലയല്ലേ? അയ്യോ, എനിക്കറിയില്ല ജ്യേഷ്ഠ. ആ കമ്മലുകളോ അറിയില്ല, വള അറിയില്ല, മോതിരം അറിയില്ല, ഒന്നും അറിയില്ലേ? സീതയുടെ അല്ലേ? അവസാനം പാദസരം കാണിച്ചപ്പോ ഇത് ജ്യേഷ്ഠത്തിയുടെ തന്നെ. എന്താ കാരണം? അമ്മയാണ്. പാദങ്ങളിൽ പുഷ്പമർപ്പിച്ചിട്ട് ഞാൻ നമസ്കരിക്കാറുണ്ട്. അപ്പോഴാ പാദസരം കാണാറുണ്ട്. അതാണ് പുണ്യശ്ലോകനായ ലക്ഷ്മണൻ ജ്യേഷ്ഠപത്നിയെ കാണുന്നത്. ഇനി അനുജന്റെ പത്നിയെ കാണുന്ന രാമനെ ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയമുണ്ട്. രാമായണ നാടകത്രയത്തിൽ എനിക്ക് കരഞ്ഞുപോയൊരു ഭാഗമുണ്ട്. ലങ്കയിൽ നിന്ന് തിരിച്ചു വന്ന് രാമനും പരിവാരങ്ങളും കൊട്ടാരത്തിൽ ക്ഷീണത്താൽ ആലസ്യത്താൽ മയങ്ങുമ്പോൾ അർദ്ധരാത്രിയിൽ രാമൻ ഒറ്റയ്ക്ക് പോവുക. ലക്ഷ്മണന്റെ ഭാര്യ ഉർമിളാദേവി ഉറങ്ങുന്ന അന്തപുരത്തിലേക്ക്. ആ ഉർമിളാദേവി ലക്ഷ്മണനെ കാണാതെ 14 സംവത്സരം തന്റെ ഭർത്താവ് ഉണ്ടോ ഉറങ്ങിയോ എന്നറിയാതെ, കാട്ടുതീയിൽപ്പെട്ട് വന്നുപോയോ എന്നറിയാതെ, മൃഗങ്ങൾ പിടിച്ച് ഭക്ഷണമാക്കിയോ എന്നറിയാതെ, രാക്ഷസന്മാർ പിടിച്ചു വിഴുങ്ങിയോ എന്നറിയാതെ, സർപ്പദംശനമേറ്റു മരിച്ചോ എന്നറിയാതെ, ഭർത്താവ് ഗൾഫിൽ പോയിട്ട് പിറ്റേന്ന് വീഡിയോ കോൾ ചെയ്തിട്ടില്ലേ ഉള്ള പെണ്ണുങ്ങളെ കുഴപ്പന്തേരിക്കും ഒന്നും ഇല്ലാതെ 14 വർഷം തന്റെ ഭർത്താവിനെ സ്മരിച്ച് ഭർത്തൃമാതാക്കന്മാരെ പരിചരിച്ചുകൊണ്ട് ജീവിച്ച ആ സ്ത്രീയുടെ മഹാത്യാഗത്തിന്റെ മുന്നിൽ ആ രാമൻ പോയിട്ട് അവരുടെ പാദങ്ങൾ സ്പർശിച്ചിട്ട്, പ്രിയപ്പെട്ട അനുജത്തി, നിന്റെ ജീവിതത്തിന്റെ മഹാത്യാഗമാണ് ഈ രാമന്റെ വിജയം എന്ന് പറഞ്ഞ് കരയുന്ന രാമനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ കാലഘട്ടത്തിലെ ഒരു മൂല്യത്തിന്റെ ശക്തിയായിരുന്നു രാമായണം. അതാണ് രാമന്റെ കഥ.